കേരളത്തിൽ അതിവേഗ ട്രെയിനിൻ്റെ ആവശ്യമുണ്ടോ? ഇപ്പോൾ ട്രെയിനുകൾ ഉള്ളത് ഒരു നഷ്ടമല്ല, ഒരു ലാഭമാണ്. കാരണം ചൈന, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളെ നമ്മൾ എടുത്ത് പഠിക്കുമ്പോൾ അവിടെ കുഗ്രാമങ്ങളടക്കം റെയിൽവേ ട്രാക്കുകൾ ഉണ്ട്. ആ നഗരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മാത്രമല്ല, ആ രാജ്യത്തിൻ്റെ മുക്കിനും മൂലയ്ക്കും ഉള്ള എല്ലാ ജനങ്ങളെയും കൂട്ടിയോജിപ്പിക്കുന്ന ഒരു നെറ്റ്വർക്കാണ് ചൈനയിലും ജപ്പാനിലും ഉള്ളത്. അവിടേക്കുള്ള മിക്കവാറും എല്ലാ ട്രെയിനും മണിക്കൂർ 600 കിലോമീറ്റർ വേഗത്തിൽ പോകുന്നുണ്ട്. 1000 കിലോമീറ്റർ വരെ വേഗത്തിൽ പോകുന്ന ട്രെയിനുകൾ, മാഗ്നറ്റിക് ലെവിറ്റേഷൻ ട്രെയിനുകൾ ഉണ്ട്. അപ്പോൾ ഇത്രയും വേഗത്തിൽ ഒരു നഗരത്തു നിന്ന് മറ്റൊരു നഗരത്തിലേക്ക് ഒരു ട്രെയിനിന് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഒരുപാട് ബിസിനസ്സിനും മറ്റ് ഒരുപാട് മാനുഷിക ക്രയവിക്രയങ്ങൾക്കും ഒരുപാട് ഉപകാരപ്പെടും. ഇപ്പോൾ ജപ്പാനിലെ പല നഗരങ്ങളിലെയും ഹൈസ്പീഡ് ട്രെയിനുകൾ വഴിയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആളുകൾക്ക് പല കാര്യങ്ങളും നടക്കും. അതുമൂലം ആളുകൾക്ക് ട്രെയിനിനെ മാത്രം ആശ്രയിച്ച് ഒരുപാട് സ്ഥലത്ത് എത്താൻ കഴിയും. അതുമൂലം ഒരുപാട് ബിസിനസ് ബന്ധങ്ങൾ വർദ്ധിപ്പിക്കാൻ കഴിയും. ജീവിതം ഒരുപാട് വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഒരുപാട് പ്ലസ് പോയിൻറ്റ്സ് ഉണ്ട് അതിലൂടെ. അതുകൊണ്ട് കേരളത്തിൽ ഒരു അതിവേഗ ട്രെയിൻ കേരളത്തിലെ എല്ലാ നഗരങ്ങളെയും ഗ്രാമങ്ങളെയും ഉപഗ്രാമങ്ങളെയും പട്ടണങ്ങളെയും ഉപപട്ടണങ്ങളെയും ബന്ധിപ്പിക്കത്തക്ക നിലയിൽ ഒരു നെറ്റ്വർക്ക് വരികയാണെങ്കിൽ അത് വളരെയധികം ഉപകാരപ്രദമാണ്, സൗകര്യപ്രദമാണ്. കേരളത്തിൽ ദൂരം കുറയ്ക്കുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷെ അത് എല്ലാ ഗ്രാമങ്ങളെയും ഉപഗ്രാമങ്ങളെയും പട്ടണങ്ങളെയും ഉപപട്ടണങ്ങളെയും ബന്ധിപ്പിക്കുന്നതായിരിക്കണം. എന്നാലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. അതേസമയം തന്നെ ജനങ്ങളുടെ സ്വത്തിനും മുതലിനും ഒന്നും അത് ഭീഷണിയാവരുത്. ഇപ്പോൾ കേരളയിലെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. എന്നാൽ അതിന് പകരമായിട്ട് തൂണുകൾ ഇട്ടിട്ട് ഒരു എലിവേറ്റഡ് പ്ലാറ്റ്ഫോമിൽ ആ ട്രാക്ക് കൊണ്ടുപോകാമെങ്കിൽ അത് വൻ വിജയമാണ്. അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് ആയിരിക്കണം. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. കേരളത്തിൽ അതിവേഗ ട്രെയിൻ ഇനിയും ആവശ്യമാണ്. കാരണം കേരളത്തിലിപ്പോൾ നിലവിൽ ഉള്ള ട്രെയിൻ ട്രാക്ക് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളെയും ഒന്നും ബന്ധിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഉൾപ്രദേശ ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ ഒക്കെ ബന്ധിപ്പിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ട്രെയിൻ ആവശ്യമാണ്.